നമ്മൾ വെറുതെ ഒഴിച്ചു കളയുന്ന ഈ ഒരു കഞ്ഞിവെള്ളത്തിന് നമ്മുടെ നിത്യജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. പണ്ട് കാലങ്ങളിലുള്ളവരൊന്നും ഈ ഒരു കഞ്ഞിവെള്ളം വെറുതെ കളയാറില്ല. അവർക്ക് അതിൻ്റെ ഔഷധ ഗുണങ്ങളും മൂല്യങ്ങളും അറിയാം. അതുകൊണ്ട് അവരത് അതിൻ്റേതായ രീതിയിൽ അത് ഉപയോഗിക്കും. പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല, വെറുതെ അത് കളയുകയാണ് ചെയ്യാറ്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ നിരവധി ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയണത് കേട്ടോ. അപ്പോൾ നമുക്ക് സൗന്ദര്യത്തിനാണെങ്കിലും അതുപോലെ ആരോഗ്യത്തിനാണെങ്കിലും വീട്ടാവശ്യങ്ങൾക്കാണെങ്കിൽ പോലും നമുക്കൊരു കഞ്ഞിവെള്ളം മതി. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. കഞ്ഞിവെള്ളത്തിൻ്റെ ഒന്നാമത്തെ ഉപയോഗം ഉണക്കമീനിലെ ഉപ്പ് കളയാൻ പറ്റും. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉണക്കമീനാണ് കേട്ടോ. നല്ല ഉപ്പുള്ള മീനുകളാണ് ഏറ്റവും നല്ലത്. തളമീൻ, അതുപോലെ സ്രാവ്, അങ്ങനത്തെ മീനൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മീനെ എടുത്തിട്ട് ആദ്യം ഒരു കുറഞ്ഞ ചൂടുള്ള കഞ്ഞിവെള്ളം വേണം കേട്ടോ. അപ്പോൾ കുറഞ്ഞ ചൂടുള്ള ഒരു കഞ്ഞിവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്കാണ് നമ്മൾ ഈ ഒരു ഉണക്കമീൻ ഇട്ട് വെക്കേണ്ടത് കേട്ടോ. നല്ല ബലം പിടിച്ച മീനൊക്കെ ആണെങ്കിൽ ഒന്ന് സോഫ്റ്റ് ആവാനൊക്കെ ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കുന്നതുകൊണ്ട് വേഗം തന്നെ അത് സോഫ്റ്റായി കിട്ടും കേട്ടോ. രണ്ടാമത്തെ ഉപയോഗം പച്ചമീനൊക്കെ കിട്ടിയാലും മത്തി അതുപോലെ മീനൊക്കെ കിട്ടിയാലും നമുക്കതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ, അതിൽ ആ ഒരു ബ്ലഡ് കാര്യങ്ങൾ, സ്മെല്ല് കാര്യങ്ങളൊക്കെ നല്ലപോലെ പോയി കിട്ടാനൊക്കെ ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഉപയോഗം നല്ലതാട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മീൻ എടുക്കണം. പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയത് ഇങ്ങനെ ഒരു സൂതമീനാണ്. മത്തി അങ്ങനത്തെ മീനുകളൊക്കെയാണ് നല്ലോണം ഇതിന് പറ്റുക. അപ്പോൾ ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. മീനിൽ അധികമുള്ള ബ്ലഡും കാര്യങ്ങളൊക്കെ അങ്ങനെ കഞ്ഞിവെള്ളത്തിൽ കഴുകുന്നത് കൊണ്ട് പോയി കിട്ടുട്ടോ. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള മീൻ ഞാൻ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു കഞ്ഞിവെള്ളം ഒഴിക്കുക. ചൂടില്ലാത്ത കഞ്ഞിവെള്ളം മതി കേട്ടോ. അപ്പോൾ അത് ഒഴിക്കുക. പുളിച്ചതോ ഉപ്പിലിട്ടതോ അങ്ങനത്തെ വെള്ളങ്ങളൊന്നും ഒഴിക്കണ്ട. നല്ല ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. പഴകിയ കഞ്ഞിവെള്ളമൊന്നും വേണ്ട. ഇങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ച് മീൻ കഴുകുന്നതോടുകൂടി എന്താണോ മീനിൻ്റെ ആ ഒരു ദുർഗന്ധം ഉണ്ടാവില്ലേ, മത്തീൻ്റെ സ്മെല്ലൊക്കെ നമുക്ക് അറിയാമല്ലോ, ആ ഒരു ദുർഗന്ധമൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടും കേട്ടോ. അങ്ങനെ കഞ്ഞിവെള്ളത്തിൽ ഒരു 5-10 മിനിറ്റ് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ ഈ ഒരു മീൻ കുറച്ച് നേരം ഇട്ട് വെച്ച ശേഷം പിന്നെ നമ്മൾ നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഒരു 3-4 പ്രാവശ്യം കഴുകണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ്, ലൈക്ക് അതൊക്കെ ഒന്ന് ചെയ്യുകൊണ്ട് കേട്ടോ. കഞ്ഞിവെള്ളത്തിലിട്ട് വെക്കുന്ന ഈ ഒരു പ്രോസസ്സിലൂടെ അതിലുള്ള ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ നല്ലപോലെ ആ ഒരു കഞ്ഞിവെള്ളം വലിച്ചെടുക്കും കേട്ടോ. കണ്ടില്ലേ, വെള്ളത്തിൻ്റെ കളറ് ഒരു റെഡ് കളറായത് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ടാണത്. 2-3 പ്രാവശ്യം കഴുകിയിട്ടും കളറിന് വ്യത്യാസം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വീണ്ടും 2-3 പ്രാവശ്യം കൂടെ കഴുകിട്ടോ. പിന്നെ ക്ലീൻ ചെയ്ത ശേഷം പിന്നെ നമുക്ക് നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളകും പൊടിയൊക്കെ ഇട്ട് നമുക്ക് പൊരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. കുഴപ്പമൊന്നുമില്ല, കേടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. കഞ്ഞിവെള്ളത്തിൻ്റെ മൂന്നാമത്തെ ഉപയോഗമാണ് ക്ഷീണം, വയറിളക്കം. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് എന്താണ്? കഞ്ഞിവെള്ളം വേണം. കഞ്ഞിവെള്ളം നല്ല ഒരു ഇളം ചൂടുള്ള കഞ്ഞിവെള്ളം ആയാൽ ഏറ്റവും നല്ലത്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ അധികം വരുന്ന ഒരു സംഭവമാണ് ക്ഷീണം, അതുപോലെ വയറിളക്കം, അതൊക്കെ. അപ്പോൾ അതിനൊക്കെ നമ്മൾ ചെയ്യലുണ്ട് ഈ ഒരു രീതി, കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കുടിക്കുന്ന ആ ഒരു രീതി. അതിലൂടെ നമ്മുടെ വയറിളക്കത്തിന് കുറവും അതുപോലെ ക്ഷീണം മാറാനൊക്കെ ഈ ഒരു കഞ്ഞിവെള്ളം നല്ലൊരു ഹെൽപ്പാവും കേട്ടോ. ഇങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ കഞ്ഞിവെള്ളം കുടിച്ചാൽ നമ്മളെ വയറിളക്കവും അതുപോലെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറി നമ്മൾ പഴയ രീതിയിൽ ആവും കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോയി മരുന്ന് മേടിച്ച് കഴിച്ചാലും അവിടുന്ന് പറയണത് എന്താവും? ഉപ്പിട്ട കഞ്ഞി കുടിക്കണം, കഞ്ഞിവെള്ളം കുടിക്കണം, ധാരാളം കഞ്ഞിവെള്ളം കുടിക്കുക, അങ്ങനെയാണ് കേട്ടോ പറയുക. കഞ്ഞിവെള്ളത്തിൻ്റെ 4ാമത്തെ ഉപയോഗമാണ് മുഖസൗന്ദര്യം വർദ്ധിക്കാൻ കേട്ടോ. നമ്മൾ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞാൽ കുറച്ച് നേരം ടൈം കഴിയുമ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു 2 ഭാഗം ഉണ്ടാവും. ഒന്ന് കട്ടി കൂടിയ ഭാഗവും പിന്നെ മുകൾ ഭാഗത്ത് കട്ടി കുറഞ്ഞ ഭാഗം ഉണ്ടാവും. നമുക്കിതിൻ്റെ കട്ടി കൂടിയ കുറച്ച് ഭാഗമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ആ കട്ടി കൂടിയ ഭാഗം എടുത്തിട്ട് നമ്മളത് മുഖത്ത് തേച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് നേരം ആ ഒന്ന് എന്താ പറയുക, നമ്മുടെ മുഖത്തൊന്ന് ഒട്ടിപ്പിടിച്ച് ഒന്ന് ഡ്രൈ ആവണ ആ ഒരു ടൈമിൽ നമുക്കത് കഴുകിക്കളയാം. നല്ലൊരു സോഫ്റ്റ് ആവട്ടെ നമ്മുടെ മുഖം. പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടുള്ള കഞ്ഞിവെള്ളം ഒരിക്കലും ഈ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നല്ലൊരു ഉപയോഗമാണ് കേട്ടോ ഈ
നമ്മൾ ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഇത് തേക്കണത്. കാരണം ഒരു കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതല്ലേ. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു മാറ്റം എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കഞ്ഞിവെള്ളത്തിൻ്റെ 5ാമത്തെ ഉപയോഗമാണ് കോട്ടൺ വസ്ത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ, ബലം വയ്ക്കാൻ. നമ്മൾ ഒരു പ്രാവശ്യം ഉടുത്തു കഴിഞ്ഞാൽ കോട്ടൺ സാരികൾ, സെറ്റ് സാരികൾ അങ്ങനത്തെ ഒരു പ്രാവശ്യം ഉടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ബലം പോയിട്ടുണ്ടാവും. നമുക്ക് ഞൊറിയെടുക്കാനും കാര്യങ്ങൾക്കൊന്നും പിന്നെ പറ്റൂല. അപ്പോൾ അത് നമുക്ക് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ആ ഒരു തുണി മുക്കി വെച്ചിട്ട് ഒന്ന് വെയിലത്ത്, ഇളം വെയിലിൽ ഒന്ന് തോരട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ പഴയ ആ ഒരു സെറ്റ് മുണ്ടിൻ്റെ ആ ഒരു ലുക്ക് നമുക്ക് കിട്ടും. നല്ല ബലം പൊടിച്ച ഒരു സെറ്റ് മുണ്ട്, നമുക്ക് സെറ്റ് സാരി, സെറ്റ് മുണ്ട്, കോട്ടൺ വസ്ത്രങ്ങൾ ഏതായാലും പറ്റും. നല്ലൊരു ബലത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഈ ഒരു ടിപ്പ് നല്ല ഉപയോഗമാണ് കേട്ടോ. 6ാമത്തെ ഉപയോഗം ശരീരം തടി കൂടാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ. കഞ്ഞിയൊക്കെ കുടിക്കാൻ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ പഴങ്കഞ്ഞി കാര്യങ്ങളൊക്കെ കുടിക്കാനൊക്കെ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് പഴയ കഞ്ഞിവെള്ളം വേണമെന്നില്ല, നമുക്ക് തണുത്ത ഒരു കഞ്ഞിവെള്ളം ആയാലും മതി. അതിക്ക് നമുക്ക് എന്ത് വേണം, കുറച്ച് തൈര് വേണം. ആ തൈര് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കത് കുടിക്കാം കേട്ടോ. രാവിലെ അല്ലെങ്കിൽ അതുപോലെ തന്നെ തണുത്ത ശേഷം എപ്പോൾ വേണമെങ്കിലും ഉച്ചയ്ക്കോ നമുക്കൊരു വെള്ളം കുടിക്കുന്നതിന് പകരം ഈ ഒരു രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ടുള്ള വെള്ളം കുടിച്ചാൽ നമുക്ക് നല്ലതാട്ടോ. നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം തടി കൂടാൻ സഹായിക്കും. ഈ ഒരു രീതിയിൽ പഴങ്കഞ്ഞി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എന്നപ്പോൾ അതിൽ മറ്റും അതുപോലെ തൈരും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അങ്ങനെയും ചെയ്യാം. അതും നല്ലതാണ്. അത് പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സിമ്പിൾ ടിപ്പ് കേട്ടോ. പാകത്തിന് ഉപ്പിട്ട ശേഷം കുടിക്കാം. കഞ്ഞിവെള്ളം കൊണ്ടുള്ള 7ാമത്തെ ഉപയോഗമാണ് ചെടികൾക്കും പച്ചക്കറികൾക്കും ഇതൊഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അതിനിപ്പോൾ നമ്മൾ ഇന്ന് വെച്ച ചോറിൻ്റെ കഞ്ഞിവെള്ളം നാളെ ഒഴിക്കുന്നതാവും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നല്ല ചെടികൾക്കൊക്കെ നല്ല വളർച്ചയും അതുപോലെ ചെടിയുടെ മുരടിപ്പും കാര്യങ്ങളൊക്കെ മാറാൻ നല്ല ധാരാളം വിളവ് ലഭിക്കാനും ചെടികൾക്ക് അതുപോലെ കീടങ്ങളുടെ ആക്രമണം ഇല്ലാതിരിക്കാനൊക്കെ ഈ ഒരു കഞ്ഞിവെള്ളം നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപയോഗിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. കുറച്ച് പുളിപ്പുള്ള കഞ്ഞിവെള്ളമാണ് വേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ. കഞ്ഞിവെള്ളം കൊണ്ടുള്ള 8ാമത്തെ ടിപ്പാണ് മുടി വളരാൻ. അതിനായിട്ട് നമുക്ക് വേണ്ടത് തലേന്നത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അത് നമ്മൾ ആവശ്യമുള്ളത് ഒന്ന് മാറ്റി വയ്ക്കുക. തണുത്ത കഞ്ഞിവെള്ളം ആയതുകൊണ്ട് തന്നെ നമ്മളെ തലമുടിക്ക് നല്ലൊരു കരുത്താവും കേട്ടോ. ഈ ഒരു കഞ്ഞിവെള്ളം മുടിയിൽ തേച്ച് കൊടുത്താൽ, ഈ ഒരു കഞ്ഞിവെള്ളം തേക്കുന്നതിലൂടെ നമ്മളെ മുടിക്കൊഴിച്ചിൽ അതുപോലെ മുടിക്ക് നല്ല കരുത്ത് അതുപോലെ തന്നെ നല്ല കറുത്ത കളറ് മുടി ഒക്കെ ലഭിക്കും കേട്ടോ. ഈ കഞ്ഞിവെള്ളം നമ്മൾ രാവിലെ തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. തലമുടി കഞ്ഞിവെള്ളത്തിൽ നനച്ച ശേഷം പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷമേ നമുക്ക് കുളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. തല കഴുകി കളയാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആഴ്ചയിൽ 2 ദിവസം ചെയ്യണത് തലയ്ക്കും തലമുടിക്കും നല്ലതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം.